Hare 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 Krishna Krishna Hare Krishna 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 Hare 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 Rama Hare Ram Rama Hare Ram 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 Hare 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 Krishna Hare Krishna Hare Krishna 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 Hare Ram Hare 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 Rama Hare Sambaram Rama Jabamana Hare Sodram Rama Varipinam Hare Teja Hare Prasna Krishna Manopaya Prasthaya Vajati Hare Krishna Hare Krishna, Hare Krishna. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanaतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. निगमकल्पतरुर्गलितं फलं सुखमुखामृतद्रव संयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्ठिकी. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. हरे कृष्ण 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 हरे हरे, हरे राम Hare राम Rama Rama राम Rama हरे Hare हरे. Hare ഹരേ കൃഷ്ണ. Hare ശ്രീ Krishna രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. Hare Krishna Hare Krishna Mataji ഹരേ കൃഷ്ണ ഹരേ Mataji, കൃഷ്ണ Om പ്രണാമം. Mataji, Hare Krishna. Hare Krishna Mataji Pranam Mataji, ഹരേ Krishna കൃഷ്ണ Mataji, Hare Hare Krishna Mataji. എല്ലാവർക്കും Hare പ്രണാമം. Krishna നമ്മൾ Mataji, Pranam Mataji. സ്കന്ധം 9-ാമത്തെ അധ്യായത്തിലെ ഭീഷ്മദേവന്റെ വിയോഗം, അതില് ഭീഷ്മസ്തുതികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഭീഷ്മസ്തുതികളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഭീഷ്മസ്തുതികൾ? ഏതൊട്ട് തുടങ്ങിയത്? 32-ാമത്തെ ശ്ലോകം തൊട്ട്. എന്തൊക്കെയാണ് പറഞ്ഞത് 32-ാമത്തെ ശ്ലോകത്തില്? സ്തുതി മരണസമയത്ത് ശരീരം മനസ്സും എല്ലാം എങ്ങനെയായിരിക്കണമെന്നാണ് ഭീഷ്മദേവൻ ലൗകിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുക. ഉറപ്പിക്കാന്ന് പറഞ്ഞു. അടുത്തതില് 33-ാമത്തില് ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ വർണ്ണിക്കുന്നതായിരുന്നു. 33-ല് സുന്ദരമായ രൂപത്തെ വർണ്ണിച്ചു. 34-ല് കുരുക്ഷേത്ര ഭൂമിയിലെ ഭഗവാന്റെ രൂപത്തെ സ്മരിക്കുന്നതായിരുന്നു. പരിക്കുകളുള്ള ഭഗവാന്റെ രൂപത്തെ സ്മരിച്ചത്. 35-ാമത്തെ അർജുനന്റെ ആജ്ഞ അനുസരിച്ച് ഭക്തനോടുള്ള ഭഗവാന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതായിരുന്നു. സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ ഭഗവാന്റെ 36 ഭഗവാന്റെ 36 തളർന്നുപോയ അർജുനന്റെ അജ്ഞാനം മാറ്റി ജ്ഞാനം പകർന്നു കൊടുക്കുന്നതായിരുന്നു 36-ാമത്തേല് പറഞ്ഞത്. 37-ലോ ഭഗവാന്റെ ശബ്ദത്തിനേക്കാൾ ഭക്തന്റെ ശബ്ദത്തിനാണ് അവിടെ ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് അല്ലെ ഭഗവാന്റെ. 38-ല് യുദ്ധഭൂമിയിൽ മൂർച്ചയേറിയ ശരങ്ങളാൽ ഏർപ്പെട്ട മുറിവുകൾ നിമിത്തം ക്രോധത്താൽ എന്ന പോലെ അദ്ദേഹം എന്റെ നേരെ പാഞ്ഞെടുത്തുന്നു ഭീഷ്മദേവൻ. അതെ, ആ മുറിവോട് കൂടി ഭഗവാൻ ഭീഷ്മദേവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് ചെയ്തത്. 39-ാമത്തേല് ദർശനം ഭഗവാനെ ദർശിച്ചുകൊണ്ട് മരണമടഞ്ഞവർക്കെല്ലാം ഏത് മുക്തി രൂപം പ്രാപിക്കാൻ മൗലിക രൂപം പ്രാപിച്ചു രൂപം പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നാണ് നമ്മൾ അതിൽ പറഞ്ഞത്. അടുത്ത 40-ാമത്തിൽ നമ്മൾ എന്താ കണ്ടത്? വൃന്ദാവനത്തിലെ ഗോപികമാരെ കുറിച്ചുള്ള രാസഭാവത്തില് ഗോപികമാരെ ഓർക്കുന്നു ഭീഷ്മദേവൻ. ഭീഷ്മദേവൻ
ഭീഷ്മദേവൻ ഗോപികമാരെ ഓർക്കാണ്. കാരണം ഭഗവാന്റെ തുല്യ സ്ഥാനം കൊടുത്തു പറഞ്ഞല്ലോ ഉള്ള ഗോപികമാർക്ക്. എന്നൊരു വേർഡ് പറഞ്ഞല്ലോ ഇവിടെ. ഗോപികമാരുടെ സ്ഥാനത്തിന് എന്താ പറഞ്ഞ? സമനില. ഭഗവാനുമായിട്ട് സമനില പ്രാപ്തമാക്കിയ ഗോപികമാര് പ്രായോഗികമായിട്ട് ഭഗവാനുമായി താതാത്മ്യത്തിലായിരുന്നു. അപ്പൊ ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ഗോപികമാരെ ഓർക്കാണ് ആ സമയത്ത്. കാരണം ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് ഓർക്കുമ്പോ ഭഗവാൻ ഇഷ്ടമാണ്. 41 രാജസൂയമായ യജ്ഞത്തിൽ രാജാക്കന്മാരെയും പണ്ഡിതന്മാരെ ഉൾപ്പെടുന്ന ലോകത്തിലെ എല്ലാവിധ വിശിഷ്ട വ്യക്തികളുടെയും ഏറ്റവും വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ഭഗവാനെ അത്യുത്തമമായ പരമദിവ്യത്തെ പുരുഷനായി ഏവരും ആരാധിച്ചു. അത് ഭഗവാനെ എല്ലാവരും ആരാധിച്ച് എല്ലാതും അതൊക്കെ സംഭവിച്ചത് എവിടെയാണ്? സന്നിധാനത്തിലായിരുന്നു. പിന്നെന്തെങ്കിലും നമ്മൾ എന്താ കണ്ട? എന്റെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ എനിക്ക് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കാൻ കഴിയും. കാരണം മാനസിക അഭ്യൂഹങ്ങളുടേതുൾപ്പെടെ എല്ലാ അജ്ഞതകളും മാറി അല്ലെ? ഭീഷ്മദേവനും എല്ലാ അജ്ഞാനം മാറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ധ്യാനിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഭീഷ്മദേവനും പറയുന്നത് അല്ലെ? തെറ്റായ ദ്വൈത സങ്കല്പത്തെ അതിജീവിച്ചിരിക്കുന്നു. ശ്യാമസുന്ദര രൂപത്തിൽ ഏതുവരെ എത്തി നമ്മള്? 32 എത്തി. 42 കഴിഞ്ഞ് 43 എടുത്തു. സുതഗോസ്വാമി പറയുന്നതാണ് ഭീഷ്മദേവൻ. ഭീഷ്മദേവൻ പരമാത്മായ ഭഗവാന് ദിവ്യത്തെ പുരുഷന് മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും പ്രവൃത്തിയാലും സ്വന്തം ഐക്യം പ്രാപിച്ചു. 44 ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു. ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാല് നമ്മള് ബ്രഹ്മത്തില് പോലെ ലയിച്ചു എന്നല്ല അവിടെ അർത്ഥാക്കുന്നത്. ഭക്തന്മാര് ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാല് ഭഗവാൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ ആയിരുന്നു അതിന്റെ അർത്ഥം പറയുന്നത് കേട്ടോ. ഐക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ വിലയം പ്രാപിക്കുന്നത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്തന്മാരെ ഐക്യം പ്രാപിച്ചു എന്ന് പറയുമ്പോ അതിലേക്ക് ലയിക്കുക എന്നുള്ളതാണോ? വരുന്നുണ്ട്. അതിനിപ്പോ ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി എന്നുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ മനസ്സിലാവും. നിർവികൽപ്പ സമാധിയായി ഭീഷ്മദേവൻ. ഹരേ കൃഷ്ണ. ശ്ലോകം 44. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തുഷ്ണീം വായാംസീവാദിനാത്യേ. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തുഷ്ണീം വായാംസീവാദിനാത്യേ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തുഷ്ണീം വയാംസീവദിനാത്യയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമ്പദ്യമാനം ലയിക്കുകയാൽ, ആജ്ഞായ ഇതിനെ മനസ്സിലാക്കിയ ശേഷം, ശ്രീ ഭീഷ്മദേവനെ കുറിച്ച് ബ്രഹ്മണി പരമനിരപേക്ഷനിൽ, നിഷ്കളേ അപരിമിതം, സർവേ സന്നിഹിതരായ എല്ലാവരും, ഭവ്ഭുവു അവരെല്ലാം ആയിത്തീർന്നു, തുഷ്ണീം നിശബ്ദർ, വായാംസിവ പക്ഷികളെ പോലെ, ദിനാത്യയെ ദിനാന്ത്യത്തിൽ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. വിവർത്തനം. പരമനിരപേക്ഷകന്റെ അപരിമിതമായ നിത്യതയിൽ ഭീഷ്മദേവൻ വിലയം പ്രാപിച്ചു എന്നറിഞ്ഞ് അവിടെ സന്നിഹിതരായവരെല്ലാം ദിനാന്ത്യത്തിലെ പക്ഷികളെ പോലെ നിശബ്ദരായിത്തീർന്നു. ഇപ്പൊ പരമനിരപേക്ഷകന്റെ അപരിമിതമായ നിത്യതയില് ഭഗവാനില് ഭീഷ്മദേവൻ വിലയം പ്രാപിച്ചു എന്ന് അറിഞ്ഞപ്പോ അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും
ദിനാന്ത്യത്തിൽ പക്ഷികൾ എന്ന പോലെ നിശബ്ദരായിരുന്നു. അപ്പൊ വൈകുന്നേരം ആകുമ്പോ പക്ഷികളൊക്കെ നിശബ്ദരാകുന്നത് പോലെ എല്ലാവരും അവിടെ നിശബ്ദരായിരുന്നു. അപ്പൊ ഇവിടെ ഭീഷ്മദേവൻ വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത് ഭക്തന്മാർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഭഗവാനില് വിലയം പ്രാപിക്കുന്നില്ല, ഐക്യം പ്രാപിച്ചു എന്ന് പറയുന്നത് ആ ഭക്തന്റെ മനസ്സും പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഒന്നായിട്ട് ചേർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ചിന്തയും ഭക്തന്റെ ചിന്തയും തമ്മിൽ ഇനി വേറൊരു വ്യത്യാസമില്ല. അതാണ് അവിടെ വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമനിരപേക്ഷകന്റെ അപരിമിതമായ നിത്യതയിൽ പ്രവേശിക്കുക അഥവാ വിലം പ്രാപിക്കുക എന്നാൽ ജീവാത്മാവിന്റെ യഥാർത്ഥ ഭവനത്തിൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഭഗവാനിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവാത്മാവിന്റെ യഥാർത്ഥ ഭവനത്തിൽ പ്രവേശിക്കുക എന്നതാണ് അർത്ഥം. ജീവാത്മാക്കൾ പരമദിവ്യോത്തമ പുരുഷന്റെ അംശങ്ങളായ അവിഭാജ്യ ഘടകങ്ങളാണ്. ആകയാൽ അവർ ഭഗവാനുമായി സേവകനും സേവിതനും എന്ന നിലയിൽ ശാശ്വതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ എല്ലാ അവിഭാജ്യ ഘടകങ്ങളാലും ഒരു പൂർണ്ണ യന്ത്രം അതിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന വണ്ണം സേവിക്കപ്പെടുന്നു. ഇവിടെ എന്താ പറഞ്ഞ, പരമനിരപേക്ഷകന്റെ അപരിമിതമായ നിത്യതയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാല് ജീവാത്മാവിന്റെ യഥാർത്ഥ ഭവനത്തിൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥാക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയില്ല, തിരിച്ചു പോകാന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെന്നാ വന്നത്? ഭഗവാന്റെ ആ ലോകത്ത് നിന്ന് തന്നെയാണ് നമ്മളും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തിരിച്ചു പോകാൻ എന്നാ പറയാ. അപ്പൊ ജീവാത്മാവിന്റെ യഥാർത്ഥ ഭവനം എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകമാണ്. ഇത് നമ്മുടെ ടെമ്പററി ആയിട്ടുള്ളൊരു ടെമ്പററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാ, ശാശ്വതമല്ലാത്തൊരു താൽക്കാലികമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ജീവാത്മാക്കൾ പരമദിവ്യോത്തമ പുരുഷന്റെ അംശങ്ങളായ അവിഭാജ്യ ഘടകങ്ങളാണ്. അപ്പൊ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷന്റെ ഭഗവാന്റെ അംശങ്ങളാണ്, അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ളവരാണ്. ആകയാൽ അവർ ഭഗവാനുമായി സേവകനും സേവിതനും എന്ന നിലയിൽ ശാശ്വതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ സേവകന്മാരാണ് ആര്? നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഒരേ ഒരു പുരുഷൻ ആരാണ് ആസ്വാദകൻ? ഒരേ ഒരു വ്യക്തിയാണ് ആസ്വാദകനായിട്ടുള്ള പുരുഷൻ, ആസ്വാദകൻ. അതാരാണ്? ഭഗവാനാണ്. ബാക്കി എല്ലാവരും ഭഗവാന്റെ സേവകരാണ്. നിലയിൽ ശാശ്വതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഭഗവാൻ തന്റെ എല്ലാ അവിഭാജ്യ ഘടകങ്ങളാലും ഒരു പൂർണ്ണ യന്ത്രം അതിന്റെ വിവിധ ഭാഗങ്ങളാൽ എന്ന വണ്ണം സേവിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാന്റെ എല്ലാ അവിഭാജ്യ ഘടകങ്ങളാലും ഭഗവാന്റെ എല്ലാ അവിഭാജ്യ ഘടകങ്ങളും ജീവാത്മാക്കളായാലും ഒരു പൂർണ്ണ യന്ത്രം അതിന്റെ വിവിധ ഭാഗങ്ങളാൽ എന്ന വണ്ണം സേവിക്കപ്പെടുന്നു. പൂർണ്ണ യന്ത്രത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഒരു ഭാഗത്തിന് തനിച്ച് ഒട്ടും തന്നെ പ്രയോജനമില്ല. അപ്പൊ ഒരു പൂർണ്ണ യന്ത്രത്തിൽ നിന്നൊരു ഭാഗം വേർപെടുത്തി കഴിഞ്ഞാല് അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതിന് പ്രാധാന്യമില്ല. അതേപോലെ പരിപൂർണന്റെ സേവനത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഏതൊരു അവിഭാജ്യ ഘടകവും നിഷ്പ്രയോജനമാണ്. അതേപോലെ തന്നെ പരിപൂർണന്റെ ഭഗവാന്റെ ആ സേവനത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഏതൊരു അവിഭാജ്യ ഘടകവും എങ്ങനെയാണ്? നിഷ്പ്രയോജനമാണ്. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തന്നെ പരമപരിപൂർണന്റെ വിയോജിക്കപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളാകുന്നുവെന്ന് മാത്രമല്ല അവർക്ക് മൂല അവിഭാജ്യ ഘടകങ്ങളുടെ അത്രത്തോളം പ്രാധാന്യം ഇപ്പോഴില്ല. എങ്കിലും നിത്യമുക്തരായ കൂടുതൽ സംയോജിതരായ ജീവാത്മാക്കളുണ്ട്. ദുർഗ ശക്തി അഥവാ കാരാഗ്രഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗവാന്റെ ഭൗതിക ശക്തി വിയോജിതരായ അവിഭാജ്യ ഘടകങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഒരു ഭാഗത്തിന് തനിച്ചൊന്നും തന്നെ പ്രാധാന്യമില്ല, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ പരിപൂർണന്റെ സേവനത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഏതൊരു അവിഭാജ്യ ഘടകവും നിഷ്പ്രയോജനമാണ്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ സേവനത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടിട്ടുള്ള ഏതൊരു അവിഭാജ്യ ഘടകമായാലും അതെങ്ങനെയാണ്? അതിന് പ്രയോജനമില്ല, അത് നിഷ്പ്രയോജനമാണ്. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തന്നെ പരമപരിപൂർണന്റെ വിയോജിക്കപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളാകുന്നു എന്ന് മാത്രമല്ല അവർക്ക് മൂല അവിഭാജ്യ ഘടകങ്ങളുടെ അത്രത്തോളം പ്രാധാന്യം ഇപ്പോഴില്ല. ഇപ്പോ ഇതേ ഭൗതിക ലോകത്തിലേക്ക് വന്ന ഭൗതിക ലോകത്തിൽ വന്നിട്ടുള്ള ജീവാത്മാക്കളെല്ലാം ബദ്ധാത്മാക്കളാകാണ്. ആ ജീവാത്മാക്കളെല്ലാം തന്നെ പരിപൂർണന്റെ ഭഗവാന്റെ വിയോജിക്കപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളാകുന്നു എന്ന് മാത്രമല്ല അത് അവിടെ നിന്ന് എന്താണ്?
വിയോജിക്കപ്പെട്ടതാണത്. അപ്പൊ അതിന് എന്ത് സംഭവിക്കും? അതിനെന്താണ്? അതിന് പ്രാധാന്യം ഇല്ല. ഇപ്പൊ അതിനെന്ത് കിട്ടുന്നില്ല? ആ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. അവർക്ക് മൂല അവിഭാജ്യ ഘടകങ്ങളുടെ അത്രത്തോളം പ്രാധാന്യം ഇപ്പോഴില്ല. എങ്കിലും നിത്യമുക്തരായ കൂടുതൽ സംയോജിതരായ ജീവാത്മാക്കളുണ്ട്. പക്ഷെ എങ്ങനെയുണ്ട്? രണ്ടു തരത്തിലും പറയുന്നില്ല. നിത്യമുക്തരായിട്ടുള്ള ജീവാത്മാക്കളുണ്ട്, അല്ലാത്ത ജീവാത്മാക്കളുണ്ട്. അപ്പൊ അല്ലാത്ത ജീവാത്മാക്കൾക്ക് ഇപ്പൊ എന്ത് കിട്ടുന്നില്ല? അതിന് പ്രാധാന്യം കിട്ടുന്നില്ല. പക്ഷെ നിത്യമുക്തരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ആ പ്രാധാന്യം ഉണ്ടാകും. ദുർഗാശക്തി അഥവാ കാരാഗ്രഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അധികാരി എന്ന് വിശേഷിക്കപ്പെടുന്ന ഭഗവാന്റെ ഭൗതിക ശക്തി വിയോജിതരായ അവിഭാജ്യങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു. ഇവിടെ ദുർഗാശക്തി, ഭഗവാന്റെ ബഹിരംഗ ശക്തിയായിട്ടുള്ള ദുർഗാശക്തി അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന അധികാരി, ഭൗതിക ലോകം, കാരാഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ ഈ മേൽനോട്ടം വഹിക്കുന്ന അധികാരി എന്ന് വിശേഷിക്കപ്പെടുന്ന ഭഗവാന്റെ ഭൗതിക ശക്തി വിയോജിതരായ അവിഭാജ്യ ഘടകങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നു. അപ്പൊ ഈ വിയോജിതരായിട്ടുള്ള ആ ബദ്ധാത്മാക്കളുടെ ചുമതല ഏറ്റെടുക്കുന്നത് ആരാണ്? സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് ദുർഗാശക്തിയാണ്. അപ്രകാരം അവർ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഭക്ത ജീവിതം നയിക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ഈ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കേണ്ടതായിട്ട് വരും. ഈ പരമാർത്ഥത്തെ കുറിച്ച് ബോധവാനായി തീരുമ്പോൾ ജീവാത്മാവ് സ്വവാസസ്ഥലത്തേക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി പോകുവാൻ യത്നിക്കുന്നു. അപ്പൊ എപ്പോഴാണോ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പൊ ജീവാത്മാവ് എന്തിനു ശ്രമിക്കും? സ്വന്തം വാസസ്ഥാനത്തേക്ക് മടങ്ങിപ്പോകാനായിട്ട്, അതായത് ഭഗവാന്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കും. അപ്പൊ എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഭൗതിക പ്രകൃതിയുടെ സംരക്ഷണ ചുമതലയാണ് നമ്മൾ നിൽക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജീവിതം നയിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ജീവാത്മാക്കളുടെ ആത്മീയ വ്യഗ്രതയ്ക്ക് ആരംഭം കുറിക്കും. അപ്പോഴാണ് ജീവാത്മാക്കൾ എന്ത് ചിന്തിക്കുന്നത്? ജീവാത്മാക്കളുടെ ആത്മീയ വ്യഗ്രത, ജീവാത്മാവിന് തന്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകാനായിട്ട് ഉള്ള ആ ഒരു യാത്ര തുടങ്ങുന്നത്. ഈ ആത്മീയ വ്യഗ്രതയെ ബ്രഹ്മ ജിജ്ഞാസ അഥവാ ബ്രഹ്മത്തെ സംബന്ധിച്ച അന്വേഷണം വിശേഷിപ്പിക്കുന്നു. അപ്പോ ആ ജീവാത്മാവ് എന്തിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും? ബ്രഹ്മത്തെ കുറിച്ച്, അതായത് തന്റെ മൂലസ്വരൂപത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ആ ആത്മീയ വ്യഗ്രതയാണ് ബ്രഹ്മ ജിജ്ഞാസ അഥവാ ബ്രഹ്മത്തെ സംബന്ധിച്ച അന്വേഷണം എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രാധാന്യേന ഈ ബ്രഹ്മ ജിജ്ഞാസ ജ്ഞാനം, വൈരാഗ്യം, ഭക്തിയുടെ സേവനം എന്നിവയാൽ വിജയപ്രദമാകുന്നു. അപ്പോ ഈ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? ജ്ഞാനം, വൈരാഗ്യം, ഭക്തിയുടെ സേവനം എന്നിവയാൽ വിജയപ്രദമാകുന്നു. അപ്പൊ ജ്ഞാനം എന്ന് വെച്ചാല് നമുക്ക് എന്ത് പറയാം? അറിയാം. വൈരാഗ്യം എന്ന് വെച്ചാല് ഭൗതികതയോടുള്ള വിരക്തി. ഭക്തിയുടെ സേവനം, ഭഗവത് സേവനം എന്ന് പറഞ്ഞാലോ ഭഗവാനുമായിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിയുന്നതിന് നമുക്ക് പറയാം വിജയപ്രദമാകുന്നു. ജ്ഞാനം എന്നാൽ ബ്രഹ്മത്തെ, പരമപുരുഷനെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനത്തെയും അവിടെ പറയുന്നുണ്ട് അല്ലെ. ജ്ഞാനം എന്നാല് ബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമപുരുഷനെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനത്തെയും, വൈരാഗ്യം എന്നാൽ ഭൗതിക ആസക്തിയിൽ നിന്നുള്ള നിസ്സംഗതയെയും, ഭക്തിയുടെ സേവനം എന്നാൽ ജീവാത്മാവിന്റെ യഥാർത്ഥ നിലയെ പരിശീലനത്തിലൂടെ പുനരുദ്ധീകരിക്കുന്നതിനും അർത്ഥമാക്കുന്നു. അപ്പോൾ ബ്രഹ്മ ജിജ്ഞാസ അല്ലെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ച അന്വേഷണം എന്ന് വിശേഷിപ്പിക്കുന്നതില് എന്താ വരുന്നത്? ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാല് ജ്ഞാനം, വൈരാഗ്യം, ഭക്തിയുടെ സേവനം. അവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാല് ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ പരമപുരുഷനെ സംബന്ധിച്ച സമഗ്ര ജ്ഞാനത്തെയാണ് എന്ത് പറയുന്നത്? ജ്ഞാനം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജ്ഞാനത്തിനും നമുക്ക് എന്ത് പറയാം? ജ്ഞാനം എന്ന് പറയും. വൈരാഗ്യം എന്ന് പറഞ്ഞാലോ ഭൗതിക ആസക്തിയിൽ നിന്നുള്ള നിസ്സംഗതയെ എന്ന് പറയാം. ഭൗതികമായ ആസക്തിയിൽ നിന്നുള്ള നിസ്സംഗതയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഇനി ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന്റെ യഥാർത്ഥ നിലയെ പരിശീലനത്തിലൂടെ പുനരുദ്ധീകരിക്കുന്നതിനെയും അർത്ഥമാക്കുന്നു. അപ്പൊ ജീവാത്മാവിന്റെ യഥാർത്ഥ നില പരിശീലനത്തിലൂടെ പുനരുദ്ധീകരിക്കുന്നതിനെയാണ് എന്തർത്ഥമാക്കുന്നത്? ഭക്തിയുടെ സേവനം എന്ന് അർത്ഥമാക്കുന്നത്. നിരപേക്ഷ സത്യത്തിന്റെ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ യോഗ്യരായ സഫലരായ ജീവാത്മാക്കളെ ജ്ഞാനികളെന്നും യോഗികളെന്നും ഭക്തരെന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഈ നിരപേക്ഷ സത്യത്തിന്റെ സാമ്രാജ്യത്തില് പ്രവേശിക്കാൻ യോഗ്യരായ സഫലരായ ജീവാത്മാക്കളെ എന്തെന്ന് പറയും? ജ്ഞാനികൾ എന്ന് പറയാം, യോഗികൾ എന്ന് പറയും, ഭക്തരെന്നും വിശേഷിപ്പിക്കും. സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരായിട്ടുള്ള
സഫലരായിട്ടുള്ള ജീവാത്മാക്കൾ. ഒന്ന് ജ്ഞാനി, പിന്നെ യോഗി, പിന്നെ ഭക്തൻ. അപ്പൊ ആദ്യം ജ്ഞാനിയാകും, പിന്നെ യോഗിയാകും, പിന്നെ ഭക്തനാകുക. ജ്ഞാനികളും യോഗികളും പരമപുരുഷന്റെ അവ്യക്തിഗത രശ്മിയിലും അതേസമയം ഭക്തർ വൈകുണ്ഠങ്ങളെ വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ആത്മീയ ലോകങ്ങളിലും പ്രവേശിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ജ്ഞാനികളും യോഗികളും എവിടേക്കാ പോകുന്നത്? പരമപുരുഷന്റെ അവ്യക്തിഗത രശ്മിയില്, ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിലാണ് ആര് പോകുന്നത്? ജ്ഞാനികളും യോഗികളും പോകുന്നത്. അതേസമയം ഭക്തന്മാർ വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ആത്മീയ ലോകങ്ങളിലും പ്രവേശിക്കുന്നു. അപ്പൊ വൈകുണ്ഠം, കുണ്ഠിതങ്ങളില്ലാത്ത ലോകം, വൈകുണ്ഠങ്ങളിലേക്കാണ് ആര് പോകുന്നത്? ഭക്തന്മാർ പ്രവേശിക്കുന്നത്. ഈ ആത്മീയ ലോകത്തിലൊക്കെയും പരമപുരുഷനായ ഭഗവാൻ നാരായണ രൂപത്തിൽ ആധിപത്യം വഹിക്കുന്നു. അപ്പൊ ഈ ആത്മീയ ലോകത്തില് വൈകുണ്ഠ ലോകങ്ങളില് ഭഗവാൻ എങ്ങനെയിരിക്കുന്നത്? നാരായണ രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആരോഗ്യവാന്മാരായ ഭക്തരല്ലാത്ത ജീവാത്മാക്കൾ സേവകന്റെയും മിത്രത്തിന്റെയും രക്ഷാകർത്താവിന്റെയും കാമുകിയുടെയും നിലയിൽ ഭഗവാന് സേവനമർപ്പിച്ച് അവിടെ കഴിയുന്നു. അപ്പൊ ഈ വൈകുണ്ഠ ലോകങ്ങളില് എങ്ങനെയാണ്? ആരോഗ്യവാന്മാരായ ഭക്തരല്ലാത്ത ജീവാത്മാക്കൾ, ഭക്താത്മാക്കളല്ല, ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളെല്ലാം ഭക്താത്മാക്കളാണ്. ഇവിടെ നിന്ന് ആത്മസാക്ഷാത്കാരം നേടി ഭൗതിക ലോകത്തിന്റെ പുറത്ത് ആത്മീയ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭക്താത്മാക്കളെല്ലാം ആരായിട്ട് മാറും? മുക്താത്മാക്കളായിട്ട് മാറും. പിന്നെ ബന്ധനമില്ല, ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിന്റെ അതിൽ പെടുന്നില്ല അവര്. അപ്പൊ അവര് മുക്താത്മാക്കളാകും. അങ്ങനെയുള്ള ജീവാത്മാക്കൾ എങ്ങനെയാണ്? സേവകനായിട്ടോ ദാസി രൂപത്തിലോ മിത്രന്റെ രൂപത്തിലോ പിന്നെന്താണ് വാത്സല്യ ഭാവത്തിലോ പിന്നെ കാമുകിയുടെ രൂപത്തിൽ. അപ്പൊ അതായത് 5 രസങ്ങൾ പറഞ്ഞെന്താണ്? ദാസ്യം, സാഖ്യം, വാത്സല്യം, മാധുര്യം. ഈ ഏതെങ്കിലും ഒരു രസത്തില് ഭഗവാന് സേവനമർപ്പിച്ച് അവിടെ കഴിയുന്നു. അവിടെ ഭക്തരല്ലാത്ത ജീവാത്മാക്കൾ ജീവിതത്തെ പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ ഭഗവാനോടൊപ്പം ആസ്വദിപ്പിക്കുന്നു. അങ്ങനെ ആ ഭക്തരല്ലാത്ത മുക്താത്മാക്കൾ എന്ത് ചെയ്യാണ്? ഭഗവാനോടൊപ്പം ആ പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ അവരുടെ ജീവിതം അവിടെ ആസ്വദിക്കും. അതേസമയം അവ്യക്തിഗതവാദികളായ ജ്ഞാനികളും യോഗികളും വൈകുണ്ഠ ലോകങ്ങളുടെ അവ്യക്തിഗതമായ ഉജ്ജ്വല ദീപ്തിയിൽ പ്രവേശിക്കുന്നു. അപ്പൊ അതേസമയം തന്നെ ജ്ഞാനികളും യോഗികളും എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അവർക്ക് എവിടേക്കാ പോകാൻ പറ്റുക? ഭഗവാന്റെ ആ ജ്യോതിയിലേക്ക്. രൂപത്തിലല്ല ആരാധിക്കുക. അതുകൊണ്ട് അവർക്ക് എന്ത് സാധിക്കുള്ളൂ? അവർക്ക് ഭഗവാന്റെ ആ ജ്യോതിയിലേക്കാണ് പോകാനായിട്ട്, പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. വൈകുണ്ഠ ലോകങ്ങൾ സൂര്യനെ പോലെ സ്വയം പ്രകാശിതമാണ്. വൈകുണ്ഠ ലോകത്തിന്റെ രശ്മികളെ ബ്രഹ്മജ്യോതി എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മജ്യോതി അനന്തമായി വ്യാപിച്ചിരിക്കുന്നു. ഭൗതിക ലോകം അതേ ബ്രഹ്മജ്യോതിയുടെ തുച്ഛമായ ഒരംശത്തിന്റെ ആവരണം ചെയ്യപ്പെട്ട ഭാഗമാകുന്നു. ഈ ആവരണം താൽക്കാലികമാകുന്നു. ആകയാൽ ഇത് ഒരു തരത്തിലുള്ള മായയാകുന്നു. അപ്പോൾ ഇവിടെ വൈകുണ്ഠ ലോകങ്ങൾ എങ്ങനെയാണ്? സ്വയം പ്രകാശിതങ്ങളാണ്. ഭഗവാന്റെ തന്നെ ആ ജ്യോതി, ബ്രഹ്മജ്യോതി എന്ന് വിശേഷിപ്പിക്കുന്ന ആ ജ്യോതിയിലൂടെയാണ് അവിടെ പ്രകാശം കിട്ടുന്നത്. അപ്പൊ ഭൗതിക ലോകം അതേ ബ്രഹ്മജ്യോതിയുടെ തുച്ഛമായ ഒരു അംശത്തിന്റെ ആവരണം ചെയ്യപ്പെട്ട ഭാഗമാണ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരു 100%ന്റെ ഒരു 25% മാത്രം എന്ത് വരുന്നുള്ളൂ? ഈ ഭൗതിക ലോകം വരുന്നുള്ളൂ. ബാക്കി 75% ഏതാണ്? ആത്മീയ ലോകങ്ങളാണ്. ഈ ആവരണം താൽക്കാലികമാകുന്നു. ആകയാൽ ഇത് ഒരു തരത്തിലുള്ള മായയാകുന്നു. അപ്പൊ ഭൗതിക ലോകം എന്ന് പറയുന്നത് മായാലോകമാണത്. ഇത് 25% ആ മായാലോകം വരുന്നുള്ളൂ. ഭഗവാന്റെ സേവനത്തിൽ സദാ വ്യാപൃതരായ ഭക്തരല്ലാത്ത ജീവാത്മാക്കളുടെ മേൽ ഭഗവാൻ തന്റെ നിത്യരൂപമായ പാർത്ഥസാരഥി രൂപത്തിൽ അധിപതിയായി വാണരുളുന്ന ആത്മീയ സാമ്രാജ്യത്തിലെ വൈകുണ്ഠ ലോകങ്ങളിലൊന്നിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തൻ എന്ന നിലയിൽ ഭീഷ്മദേവൻ പ്രവേശിച്ചു. അപ്പൊ ഭീഷ്മദേവൻ ഭഗവാനെ ആരാധിച്ചത് ഏത് ഭാവത്തിലായിരുന്നു? പാർത്ഥസാരഥി രൂപത്തിലായിരുന്നു ആരാധിച്ചത്, അല്ലെ? അപ്പൊ നമ്മൾ ഏത് രൂപത്തിലാണോ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ ഭഗവാന്റെ ആ രൂപത്തിലുള്ള ഭഗവാന്റെ അവതാരത്തിന്റെ ഏത് രൂപമാണ് ആരാധിക്കുന്നത്, അവരുടെ ലോകത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ ഭീഷ്മദേവൻ ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാന്റെ പാർത്ഥസാരഥി രൂപത്തെയാണ് ആരാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഏത് രൂപത്തിലേക്കാണ് ലോകത്തേക്കാണ് പോണത്? പാർത്ഥസാരഥിയായിട്ട് വാഴുന്ന ലോകത്തിലേക്കാണ് ഭീഷ്മദേവൻ പ്രവേശിക്കുന്നത്. ഭഗവാനെയും ഭക്തനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹവും വാത്സല്യവും ഭീഷ്മദേവന്റെ കാര്യത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാനെയും ഭക്തനും
ഭീഷ്മദേവന്റെ കാര്യത്തിൽ. അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന സ്നേഹവും വാത്സല്യവും എവിടെ പ്രദർശിപ്പിക്കപ്പെടാണ്? ഭീഷ്മദേവന്റെ കാര്യത്തില് പ്രദർശിപ്പിക്കപ്പെടാണ്. കാരണം ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ അവിടെ ഭീഷ്മദേവൻ എന്താ പറഞ്ഞത്? എന്റെ ആയുസ് ഞാൻ വിടുന്നത് വരെ അവിടെ നിൽക്കാനാ പറഞ്ഞത് അല്ലെ ഭഗവാന്റെ അടുത്ത്. കാരണം ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു സ്നേഹവും വാത്സല്യമാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പാർത്ഥസാരഥിയായുള്ള ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ഭീഷ്മദേവൻ ഒരിക്കലും വിസ്മരിച്ചില്ല. വാത്സല്യ പാർത്ഥസാരഥിയുമായുള്ള ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ ഭീഷ്മദേവൻ ഒരിക്കലും വിസ്മരിച്ചില്ല. അപ്പൊ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാന്റെ അതീന്ദ്രിയ രൂപം അത് ഭീഷ്മദേവൻ ഒരിക്കലും വിസ്മരിച്ചില്ല. കാരണം ഭീഷ്മദേവൻ ഫേസ് ടു ഫേസ് നിന്ന് കാണാണ് യുദ്ധം ചെയ്യുമ്പോൾ. ഭീഷ്മദേവൻ ആത്മീയ ലോകത്തിലേക്ക് ഗമിച്ച വേളയിൽ ഭഗവാൻ സ്വയം അദ്ദേഹത്തിന്റെ മുന്നിൽ സന്നിഹിതനായിരുന്നു. അതാണ് ജീവിതത്തിന്റെ പരമമായ പരിപൂർണത. അപ്പൊ ഭീഷ്മദേവൻ ആത്മീയ ലോകത്തിലേക്ക് പോകുന്ന ആ സമയത്ത് ഭഗവാൻ സ്വയം ഭീഷ്മദേവന്റെ മുന്നില് ഉണ്ടായിരുന്നു. അതാണ് ജീവിതത്തിന്റെ പരമമായ പരിപൂർണത എന്ന് പറയുന്നത്. എന്താണ്? ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഭഗവാനെ കണ്ടുകൊണ്ടും മരണം അടയാന്നുള്ളതാണ് ജീവിതത്തിന്റെ പരമമായ പരിപൂർണത എന്ന് പറയുന്നത്. ശ്ലോകം 45. തത്ര ദുന്ദുഭയോ നേതുർ ദേവമാനാവവാദിതഃ ശംസു സാധവോ രാജ്ഞാം ഖാത്പേതു പുഷ്പവൃഷ്ടയഃ. തത്ര ദുന്ദുഭയോ നേതുർ ദേവമാനാവവാദിതഃ ശംസു സാധവോ രാജ്ഞാം ഖാത്പേതു പുഷ്പവൃഷ്ടയഃ. ചൊല്ലിക്കോളൂ. ദുന്ദുഭയോ നേതു അനന്തരം ദുന്ദുഭയ ദുന്ദുഭികൾ നേതു മുഴക്കി ദേവ മറ്റു ലോകങ്ങളിൽ നിന്നുള്ള ദേവന്മാർ മാനവ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മാനവർ വാദിത മുഴക്കപ്പെട്ട ശംസുസു പുകഴ്ത്തി സാധവഹ സത്യസന്ധരായ രാജ്ഞാം രാജവംശജരാൽ ഖാത് ആകാശത്തിൽ നിന്നും പേതു ചൊരിയാൻ ആരംഭിച്ചു പുഷ്പവൃഷ്ടയ പുഷ്പവർഷങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അനന്തരം മാനവരും ദേവന്മാരും ആദര സൂചകമായി പെരുമ്പറ മുഴക്കുകയും സത്യസന്ധരായ വംശജർ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആകാശത്തു നിന്നും പുഷ്പവർഷം ചൊരിയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭീഷ്മദേവന്റെ ശരീരം വെടിഞ്ഞപ്പോ ആ സമയത്ത് മാനവരും മനുഷ്യരും ദേവന്മാരും ആദര സൂചകമായിട്ട് പെരുമ്പറ മുഴക്കി. പിന്നെ സത്യസന്ധരായിട്ടുള്ള രാജവംശജര് ബഹുമാനാദരവോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. ആകാശത്തു നിന്നും പുഷ്പവർഷം ചൊരിയാനും തുടങ്ങി. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. മനുജരാലും ദേവന്മാരാലും ഭീഷ്മദേവൻ ആദരിക്കപ്പെട്ടിരുന്നു. മനുജർ ഭൂമിയിലും അതുപോലെയുള്ള മറ്റ് ഗ്രഹങ്ങളായ ഭുവർലോകം എന്നീ ഗ്രഹസമൂഹങ്ങളിലും വസിക്കുന്നു. എന്നാൽ ദേവന്മാർ സ്വർലോകം അഥവാ സ്വർലോകങ്ങളിൽ വസിക്കുന്നു. ഭീഷ്മദേവൻ മഹായോദ്ധാവും ഭഗവത് ഭക്താഗ്രണിയുമാണെന്ന് അവരെല്ലാവരും മനസ്സിലാക്കിയിരുന്നു. മഹാജനം അതായത് അധികാരികള് മഹാജനം എന്ന നിലയിൽ ഒരു മാനവനായിരുന്നിട്ട് കൂടി അദ്ദേഹം ബ്രഹ്മദേവൻ, നാരദൻ, ശിവൻ എന്നിവരുടെ അതേ നിലയിലായിരുന്നു. ആത്മീയ പരിപൂർണത ആർജിക്കുന്നതിലൂടെ മാത്രമേ ശ്രേഷ്ഠരായ ദേവന്മാർക്ക് സമാനമായ നിലയിലുള്ള യോഗ്യത സാധ്യമാകുകയുള്ളൂ. അപ്രകാരം പ്രപഞ്ചത്തിലുടനീളം ഭീഷ്മദേവൻ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗോളാന്തര യാന്ത്രികമായ ബഹിരാകാശ വിമാനങ്ങളുടെ വിഫലമായ ഉദ്യമത്തെക്കാൾ സൂക്ഷ്മമായ മാർഗങ്ങളിലൂടെയാണ് നടത്തിയിരുന്നത്. ഭീഷ്മദേവൻ മരണപ്പെട്ടു എന്ന വാർത്ത വിദൂര ഗ്രഹങ്ങളിൽ അറിയിച്ചപ്പോൾ ഉന്നത ഗ്രഹങ്ങളിലെ സർവ നിവാസികളും ഭൂമിയിലുള്ളവരും പിരിഞ്ഞുപോയ ശ്രേഷ്ഠ വ്യക്തിയോടുള്ള ആദര സൂചകമായി പുഷ്പവൃഷ്ടി നടത്തി. അപ്പൊ മനുഷ്യരായാലും ദേവന്മാരായാലും ഭീഷ്മദേവൻ ആദരിക്കപ്പെട്ടിരുന്നു. അപ്പൊ മനുഷ്യർ ഭൂമിയിലും അതുപോലുള്ള മറ്റ് ഗ്രഹങ്ങളില് ഭൂവർലോകത്തിലുണ്ട്,
ഭൂർലോകത്തിലുണ്ട് എന്നീ ഗ്രഹ സമൂഹങ്ങളിലും മനുഷ്യര് വസിച്ചിരുന്നു. എന്നാൽ ദേവന്മാരാണെങ്കിലോ സ്വർഗലോകത്തിൽ മാത്രമാണ് വസിച്ചിരുന്നത്. ഭീഷ്മദേവൻ മഹായോദ്ധാവും ഭഗവത് ഭക്താഗ്രണിയുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. ഭക്തനാണ് ഭഗവാന്റെ. മാത്രമല്ല എന്താണ്, മഹാജനങ്ങളിൽ ഒരാള്, 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മദേവൻ എന്ന നിലയിൽ ഒരു മാനവനായിരുന്നിട്ട് കൂടി അദ്ദേഹം ബ്രഹ്മദേവൻ, നാരദൻ, ശിവൻ എന്നിവരുടെ അതേ നിലയിൽ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് കൂടി അദ്ദേഹത്തിനെ ഏത് നിലയിലാണ് കണ്ടിരുന്നത്? ബ്രഹ്മദേവന്റെ, നാരദ മഹർഷിയുടെ, ശിവന്റെ അതേ നിലയിലാണ് കണ്ടിരുന്നത്. ആത്മീയ പരിപൂർണത ആർജിക്കുന്നതിലൂടെ മാത്രമേ ശ്രേഷ്ഠരായ ദേവന്മാർക്ക് സമാനമായ നിലയിലുള്ള യോഗ്യത സാധ്യമാകുള്ളൂ. അപ്പൊ ഒരു മനുഷ്യന് ദേവന്മാരുടെ സമാനമായ നിലയിലുള്ള യോഗ്യതയിലേക്ക് വരണമെങ്കിൽ എന്താണ്? ആത്മീയമായ പരിപൂർണത ആർജിച്ചാൽ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അപ്രകാരം പ്രപഞ്ചത്തിലുടനീളം ഭീഷ്മദേവൻ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗോളാന്തര യാത്ര യാന്ത്രികമായ ബഹിരാകാശ വിമാനങ്ങളുടെ വിഫലമായ ഉദ്യമത്തെക്കാൾ സസൂക്ഷ്മമായ മാർഗങ്ങളിലൂടെയാണ് നടത്തിയിരുന്നത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഗോളാന്തര യാത്ര, ഓരോ ഗ്രഹങ്ങളിൽ നടക്കുന്ന യാത്ര യാന്ത്രികമായിട്ടുള്ള ബഹിരാകാശ വിമാനങ്ങളിലൂടെ വിഫലമായ ഉദ്യമത്തോടേക്കാൾ സൂക്ഷ്മമായ മാർഗത്തിലൂടെയാണ് അന്ന് നടത്തിയിരുന്നത്. ഭീഷ്മദേവൻ മരണപ്പെട്ടു എന്ന വാർത്ത വിദൂര ഗ്രഹങ്ങളിൽ അറിയിച്ചപ്പോൾ ഉന്നത ഗ്രഹങ്ങളിലെ സർവ്വനിവാസികളും ഭൂമിയിലുള്ളവരും പിരിഞ്ഞുപോയ ശ്രേഷ്ഠ വ്യക്തിയോടുള്ള ആദര സൂചകമായി പുഷ്പവൃഷ്ടി നടത്തി. അപ്പൊ ഭീഷ്മദേവൻ മരണപ്പെട്ടു എന്നറിയിച്ചപ്പോ അറിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ആ ശ്രേഷ്ഠനായ വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ട് പുഷ്പവൃഷ്ടി നടത്തി. സ്വർഗത്തിൽ നിന്നുള്ള ഈ പുഷ്പവൃഷ്ടി ശ്രേഷ്ഠരായ ദേവന്മാരുടെ അംഗീകാരത്തിന്റെ സൂചനയാകുന്നു. അപ്പൊ അത് ദേവന്മാരുടെ അംഗീകാരത്തിന്റെ സൂചനയാണ് സ്വർഗത്തിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി. ഇതിനെ മൃതശരീരത്തെ അലങ്കരിക്കുന്നതിനോട് ഒരിക്കലും സാദൃശ്യപ്പെടുത്തരുത്. അപ്പൊ ഇതിനൊരിക്കലും മൃതശരീരത്തെ അലങ്കരിക്കുന്നതിനോട് സാദൃശ്യപ്പെടുത്തരുത്. ആത്മീയ സാക്ഷാത്കാരത്താൽ പൂരിതമാകിയാൽ ഭീഷ്മദേവന്റെ ശരീരത്തിൽ നിന്ന് അതിന്റെ ഭൗതിക പരിണാമങ്ങൾ ഇല്ലാതായി. അപ്പൊ ആത്മീയ സാക്ഷാത്കാരം നേടിയത് കൊണ്ട് തന്നെ ഭീഷ്മദേവന്റെ ശരീരത്തില് ഭൗതികമായിട്ടുള്ള പരിണാമങ്ങളൊന്നും പിന്നെ ഇല്ലാണ്ടായി. അങ്ങനെ അഗ്നിയുടെ സമ്പർക്കത്തിൽ ഇരുമ്പ് ചുട്ടുവഴുക്കുന്നത് പോലെ ശരീരം ആത്മീയമായി തീർന്നു. ആകയാൽ പരിപൂർണമായി ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയുടെ ശരീരത്തെ ഭൗതികമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭീഷ്മദേവൻ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയായിട്ട് കണക്കാക്കുന്നില്ല? ഭൗതികമായ ശരീരമായിട്ട് കണക്കാക്കുന്നില്ല. അത്തരം ആത്മീയ ശരീരങ്ങൾക്ക് സവിശേഷമായ സംസ്കാര കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു. ഏതൊരു സാമാന്യ വ്യക്തിക്കും ജയന്തി ആഘോഷം എന്ന പേരിൽ ആചരിക്കുന്നത് ഒരു പരിഷ്കാരമായി തീർന്നിരിക്കുന്നത് പോലെ ഭീഷ്മദേവനോടുള്ള ആദരവും അംഗീകാരവും ഒരിക്കലും കൃത്രിമമായി അനുകരിക്കരുത്. അപ്പൊ ഇത്തരത്തിലുള്ള ശരീരങ്ങൾക്ക്, ആത്മീയ ശരീരങ്ങൾക്കാണ് സംസ്കാര കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കപ്പെടേണ്ടത്. അപ്പൊ അങ്ങനെ സാമാന്യ വ്യക്തികൾക്കും ജന്മദിനം ജയന്തിയായിട്ട് ആഘോഷിക്കുന്ന ഒരു പരിഷ്കാരമായി തീർന്നിരിക്കുന്നത് പോലെ ഭീഷ്മദേവനോടുള്ള ആദരവും അംഗീകാരവും ഒരിക്കലും കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുകരിക്കാനായിട്ട് പാടില്ല. ആധുനിക ശാസ്ത്രങ്ങൾ അനുസരിച്ച് ഭൗതികമായി എത്ര തന്നെ ഉന്നതനായിരുന്നാലും ഒരു സാധാരണ വ്യക്തിക്ക് ജയന്തി ആചരിക്കുക എന്നത് ഭഗവാനോട് ചെയ്യുന്ന അപരാധമാണ്. അപ്പൊ ഒരു സാധാരണ വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യില്ല? ജയന്തി എന്ന് പറഞ്ഞ് ആഘോഷിക്കില്ല. ജയന്തി എന്ന് പറഞ്ഞാല് നമ്മള് ജന്മദിനം എന്നാണ് പറയുന്നത് അല്ലെ? ജയന്തി എന്ന് പറയുന്നത് സാധാരണ വ്യക്തികൾക്ക് പറയുന്നതല്ല, അത് അപരാധമാണ്. ജയന്തി എന്നത് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന ദിനത്തിന് മാത്രമായുള്ളതാണ്. അപ്പോ ജയന്തി എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന ദിനത്തിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി അല്ലെ എന്ന് പറയുന്നത്. ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ അദ്വൈതനായിരുന്നു. അപ്പൊ ഭീഷ്മദേവൻ എങ്ങനെയാണ്? ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ അദ്വൈതനായിരുന്നു. അതായത് അദ്ദേഹത്തിന് തുല്യനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഭീഷ്മദേവന്റെ തുല്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഭഗവത് ധാമത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വിയോഗവും അതുല്യമായിരുന്നു. ഭഗവാന്റെ ധാമത്തിലേക്ക് പോലുള്ള അദ്ദേഹത്തിന്റെ വിയോഗവും എങ്ങനെയാണ്? അതുല്യമായിട്ടുള്ളതാണ്. അപ്പോ ഭീഷ്മദേവന് തുല്യനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഭീഷ്മദേവന്റെ കർമ്മങ്ങൾക്ക് തുല്യമായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി കി ജയ. ശ്രീല പ്രഭുപാദ് കി ജയ. ശ്രീല ഗുരുദേവ് കി ജയ. നിതായ് ഗുരു പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി. മാതാജി ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം മാതാജി. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. നാളെ തീരുന്നില്ല. ചിലപ്പോ നാളെ തീരാം നമ്മൾ ഈ അധ്യായം അല്ലേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിഷ്ണുദേവര് 59 ദിവസം വിഷ്ണു സഹസ്രാമം ചൊല്ലിയിട്ട് കിടന്നു എന്ന് പറയുന്നുണ്ട് ഉത്തരായണകാലം വരാൻ വേണ്ടിട്ട്. 59 അതോ 51? ഒരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയില്ല മറിച്ചത് ദിവസം. അത് ഒരു ഭാഗവത ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 59 ദിവസം വിഷ്ണു സഹസ്രാമം ചൊല്ലിയിട്ട് ഉത്തരായണകാലം വരെ കാത്തു കിടന്നത്. അതുകൊണ്ട് ആ സമയത്തിന് വിഷ്ണു ഭഗവാനെ കണ്ടുകൊണ്ട് വിഷ്ണു സഹസ്രാമം ചൊല്ലിയത്. ഇല്ല, വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നതല്ലേ ശരിക്കും. ഭീഷ്മരാണ് ആദ്യം ചൊല്ലിയത്. അത് ഭഗവാനെ കണ്ടുകൊണ്ട്. ഹരേ കൃഷ്ണ. ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തതല്ലേ മാതാജി? യുധിഷ്ഠിരൻ ഉപദേശിച്ചു കൊടുത്തതന്നെ.